ഇരിക്കുമ്പോ വാലാടണ്ട. കുടുംബത്തൊരാള് വന്നാ ചോദിക്കാ ഇവിടെ ഞാനുണ്ട്. ആരാ? എന്താടാ വിളിക്കണത്? കൂട്ടത്തിൽ ശരിക്കും ആരാ എന്ന് ചോദിക്കാൻ അർഹതയുള്ള തല ഇനി ഏതെങ്കിലും ബാക്കിയുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ കാർത്തിയാനി കുഞ്ഞമ്മേ. ആരാ? ഞാൻ ബെഞ്ചമിൻ സി കുരുവിള. നസ്രാണിയാണല്ലേ? അല്ല, ക്രിസ്ത്യാനിയാണ്. ഇനി വല്ല മുനിസിപ്പാലിറ്റിന്നും വന്നതാണോ? അല്ല. പിന്നെ ഞാൻ ആര് എന്നത് പ്രശ്നമല്ല. ഇത് മിസ് നന്ദിനി മേനോന്റെ വീടാണോ എന്നാണ് എനിക്കറിയേണ്ടത്. ഒരു കോറസിന്റെ ആവശ്യമില്ല. നിങ്ങളൊക്കെ നന്ദിനിയുടെ ആരാ? ഞാൻ ചെറിയമ്മായി. ഞാൻ വലിയമ്മായി. ഞങ്ങള് ഭർത്താക്കന്മാരാ. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാനും ഭർത്താവാ. നന്ദിനിക്കുട്ടിയുടെ ഭർത്താവാകുമ്പോൾ ആളാ. അയ്യോ പാവം. സാറെന്ത് കൃത്യമായിട്ട് പറഞ്ഞു. സാർ, ഞാൻ മീനാക്ഷി, ഇവിടുത്തെ കുതിരക്കാരിയാണല്ലേ? അയ്യേ, പിന്നിരിച്ചോണ്ട് നിക്കാതെ പോയി നന്ദിനി മോളെ വിളിച്ചോണ്ട് വാ. അയ്യോ, അതെ, ആരാണെന്ന് പറയണം. ഒരു അഭ്യുദയകാംക്ഷയാണെന്ന് പറഞ്ഞാൽ മതി. എന്ത് കാമാക്ഷി? അഭ്യുദയകാംക്ഷ. മനസ്സിലായി. ഇത്രയും പറഞ്ഞിട്ട് സാറിന് ബോധ്യാവുന്നില്ലേ? ഓക്കെ. ബെഞ്ചമിൻ സി കുരുവിളെ ഫൂളാക്കി ഒറ്റൊരുത്തനെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല. സോറി ടു ട്രബിൾ യു. ഇറ്റ്സ് ഓൾറൈറ്റ്. ഒരു കാര്യം ചോദിക്കാൻ മറന്നു. എന്റെ റോക്ക് റാപ്പ് കാസറ്റ് കേട്ടോ? കേട്ടു. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? പോലീസുകാർക്കിടയിലും കള്ളന്മാരുണ്ടെന്ന് മനസ്സിലായി. മുഴുവൻ ട്യൂണും മോഷണോ? താങ്ക് യു. അയ്യോ, സാറായിരുന്നോ? സാറെന്താ ഇവിടെ? ഞാൻ തന്നെ ഒന്ന് കാണാൻ വന്ന. ഞാനിവിടെ അല്ല, ഞാൻ അവിടെയാണ്. അതെനിക്കറിയാം. എനിക്ക് പ്രമോഷൻ കിട്ടാൻ വകുപ്പുള്ള ഒരു കോള് താൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. അവളെ കണ്ടോ സാർ? കണ്ടു. എന്റെ പ്രതീക്ഷകൾക്ക് അതീതമായിരുന്നു. തന്നെ കുറിച്ച് അവൾ ഏറെ തിരക്കി. എന്റെ ഈശ്വര, അവൾ ആരാണ്? എവിടെയുണ്ട്? എന്താണ് സാർ പേര്? അയ്യോ, തോക്കല്ലത് കയ്യാ. അവൾ ആരാണ്, എന്താണ്, എവിടെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഇട്ടാ പൊട്ടാത്ത ഒരു കള്ള ബോംബിന്റെ കഥ പറഞ്ഞ് നീ എന്നെ വെറും മാമയാക്കിയല്ലടാ. മാമ? ഞാൻ സാറിനെ മാമാന്ന് വിളിക്കോ? ഞാൻ പറഞ്ഞിട്ട് സത്യമാണോ സാർ? വേണ്ട, കള്ള സത്യം പറഞ്ഞ് എനിക്കിട്ട് ഇനിയും ബോംബ് വയ്ക്കാന്ന് കരുതണ്ട. മേലിൽ അവളെ കുറിച്ച് അന്വേഷിക്കുകയോ കണ്ടാൽ നീ ഫോളോ ചെയ്യോ ലൈൻ അടിക്കോ ചെയ്താൽ നിന്റെ ലൈസൻസ് കട്ട് ചെയ്ത് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കണം. അത് മാത്രം കട്ട് ചെയ്യരുത് സാർ, എനിക്ക് ഇനി ആവശ്യമുള്ളതാ. എന്താ നീ വന്ന് കിടക്കണല്ലേ? ആ കുട്ടിയുടെ മുഖം മനസ്സിൽ നിന്ന് മായണില്ല. അവളെ രക്ഷിക്കണമെന്നൊരു തോന്നല്. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ലെന്നൊരു കുറ്റബോധം. കുറ്റബോധം മാങ്ങത്തൊലി. നിനക്ക് പ്രേമ അസ്ഥിക്ക് പിടിച്ചിരിക്കുക. നീ വന്ന് കിടക്കണ്ടോ? ആ ഫോട്ടോ അവള് കണ്ടത് നന്നായില്ലേ? നമ്മൾ പറഞ്ഞതൊക്കെ ഏതാണ്ട് അവൾക്ക് വിശ്വാസമായെന്നാ തോന്നണേ. ഇല്ലടാ, തോന്നണതല്ല, അവൾക്ക് വിശ്വാസമായി. എനിക്ക് ഉറപ്പാ. ഈ സംഭവാമി യൂഗോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ അല്ല. യുഗോ അല്ല, യുഗേ. അത് നിന്റെ ഈഗോ. അത് എന്നെ ഞാനും പറഞ്ഞ്. നമ്മൾ വെറുതെ നിന്ന് കൊടുത്താ മതി. ഈ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചോണ്ട് അങ്ങോട്ട് പോയിക്കോളും. നിന്റെ കൂടെ ജീവിക്കാനാണ് അവൾക്ക് യോഗം. നീ ഒന്ന് ചുമ്മാതിരി. അവളുടെ ബന്ധുക്കൾ ആരെങ്കിലും തപ്പിപ്പിടിച്ചിപ്പോ ഇങ്ങോട്ട് വരുമെന്ന് എന്റെ പേടി. അവര് പകല് വരട്ടെ, അപ്പൊ പിന്നെ തപ്പി പിടിക്കണ്ടല്ലോ. എടാ, ആ ബെഞ്ചമിന്റെ പേരും മത്തായച്ചന്റെ വീടിന്റെ അഡ്രസ് നമ്മൾ രണ്ടല്ലേ കൊടുത്തേക്കണേ. അപ്പൊ പിന്നെ ആര് തപ്പി പിടിച്ചു വരാൻ? എളുപ്പം തുടക്കി വെക്കണേ. മത്തായച്ചൻ താമസം ഇങ്ങോട്ട് മാറ്റിയോ? ഏയ്, അങ്ങനെ വരാൻ വഴിയുണ്ടോ? ചിലപ്പോ മത്തായച്ചൻ അവിടെ നിന്ന് ഇങ്ങോട്ട് താമസം മാറ്റിയാണെങ്കിലോ. എന്തിനാ വിളിക്കണേ? അമ്മേ, ഇപ്പൊ മൂലം പൂരാണ് ഒരേപോലെ അയ്യൻ. ഈ ചേരൊക്കെ എടുത്ത് അടക്കി വെക്കി. ചേരക്കെടുത്ത് അടുക്കി കൃഷ്ണന്റെ ഫോട്ടോ എടുത്ത് അകത്തേക്ക് ഒരു ഫോട്ടോ എടുത്ത് പള്ളിയിലേക്ക്. ഈ പൂച്ചൊക്കെ ലൈനായിട്ട് വെച്ച് ആ പൂച്ചക്ക് നല്ലൊരു പൂന്തോട്ടം ഈ ഫാൻ ഇവിടെ വെച്ചാ ഇത് തട്ടി പോയി തട്ടുമില്ല. നീ എന്താ നോക്കിക്കണേ? എടാ മാറ്റി, ആ കട്ടിലെടുത്ത് എവിടെ കൊണ്ട് നോക്കണം. ഞാൻ പറഞ്ഞില്ലേടാ മോനെ, കാഴ്ച കുറവുണ്ടെന്ന്. അല്ല, കേൾവി കുറവുണ്ടെന്ന്. മത്താച്ചൻ എന്താ ഇങ്ങോട്ട് താമസം മാറ്റിയേ? നിങ്ങൾ വിചാരിച്ചത് എനിക്ക് ഇതുവരെ നല്ലൊരു വാടകക്കാരന് കൂടി തരാൻ പറ്റില്ലല്ലോ. അതുപോട്ടെ, നിങ്ങൾക്ക് ഇതിന് കൃത്യമായിട്ട് വാടക തരാൻ പറ്റുമോ? അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുപിൻ തുറക്കപ്പെടും.
താക്കോല് കയ്യിലുള്ളപ്പോ എന്തിനാ മുട്ടുന്നേ കീഹോളിട്ട് തിരിച്ചാ പോരെ സ്വന്തം വീടല്ലേ എടാ എടാ, 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 ആ ജോത്സ്യം പറഞ്ഞ എത്ര സത്യ ഒരു യുവ കോമണ തന്നെ എനിക്ക് കിട്ടും ഫാമിലിയാ ഛേ, എടാ നല്ല ഒന്നാമത്തെ ഓർത്തഡോക്സ് ഫാമിലി അയാൾ എവിടെയുള്ള പാർട്ടിയാ ആ ഇവിടൊക്കെ തന്നെയുള്ള പാർട്ടിയാ. ടുലറ്റ് ബോർഡ് കണ്ട് അന്നേ ഞാൻ നോട്ട് ചെയ്ത ഈ വീട് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. റെഡി ഇയാള് തന്നെ ബെഞ്ചമിൻ സാറോ? അതെ. വക്കീൽ എന്താ ഇവിടെ? കാര്യം ബെഞ്ചമിൻ അറിയാലോ. എന്ത് കാര്യം? കണ്ണടച്ചിട്ടാക്കാൻ നോക്കണ്ട. കൂൾ ഡൗൺ. മിസ്റ്റർ ബെഞ്ചമിൻ, നിങ്ങളെ പോലുള്ള ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ ഒരു പണി ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഓഹോ, അത് ശരി. അപ്പൊ അതാണ് കാര്യം. വക്കീൽ സാറേ, ഇതെന്റെ തൊഴിലാണ്. ഇതിൽ മറ്റാരും ഇടപെടേണ്ട കാര്യം. ഇടപെടണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വേലി തന്നെ വളർന്നു നിന്നാലോ? കാത്തു സൂക്ഷിക്കുന്ന വേലി വിശപ്പ് സഹിക്കാൻ ഇത്തിരി വിളവൊക്കെ തിന്നൂന്ന് വരും. അതിൽ ആർക്കും ഒരു കുറവും സംഭവിക്കാൻ പോണില്ല. പോരാത്തതിന് ഇപ്പൊ ഓണ സീസൺ. ഓണ സീസണോ? ഇതിലും ഉണ്ടോ ഓണ സീസണും വിഷു സീസണും ഒക്കെ? പിന്നെ അല്ലാതെ 10 കാശുണ്ടാക്കാൻ പറ്റിയ സമയമാണിപ്പോ. സോദര ലീവ് എടുത്താ ഞാൻ ഈ പണി ചെയ്യുന്നത്. കാശുണ്ടാക്കാൻ ഞങ്ങളുടെ പെൺകുച്ചിനെ കിട്ടിയോ? ഈ കുട്ടി എനിക്കറിയാം. ഒരു മുഖം ഒറ്റ പ്രാവശ്യം കണ്ടാ മതി, ഞാൻ മറക്കില്ല. ഭർത്താവും കുട്ടിയും വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന ഡോക്ടർ പറഞ്ഞത്. അതിലെന്തോ ഒരു കള്ളത്തരമുണ്ട്. നന്ദിനിയെ കണ്ടുപിടിച്ച് വരുന്നവർക്ക് 5 ലക്ഷം രൂപ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാ. 5 ലക്ഷം രൂപയോ? അതെ. ഓ, എനിക്കൊരു കാസറ്റ് ഫാക്ടറി തുടങ്ങാനുള്ള വകുപ്പായി. അല്ല, എന്നാ ഈ ഓഫർ കാണിച്ച് നമുക്ക് പത്രത്തിലും ടിവിയിലൊക്കെ ഒരു പരസ്യം കൊടുത്താലോ? വേണ്ട വേണ്ട, അതൊക്കെ കുട്ടിയുടെ ഫ്യൂച്ചറിന് ദോഷം ചെയ്യും. വക്കീലെ, 5 ലക്ഷം രൂപ റെഡിയാക്കി വെച്ചോ. ഇത് എനിക്ക് വിട്ടുതന്നേരെ. മിസ് നന്ദിനി മേനോൻ ഈ പ്രപഞ്ചത്തിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ബെഞ്ചമിൻ സി കുരുവിള തപ്പിയെടുത്ത് തന്നിരിക്കും. ഇത് ഇന്ദുവിന്റെ ബന്ധുക്കളാന്നുള്ള കാര്യം ഉറപ്പാ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഈ ബന്ധുക്കൾ ഇന്ദുന്റെ ഇരിക്കുള്ളൂ. അയ്യോ, ഇന്ദു! കർത്താവ്, കർത്താവല്ല ഇന്ദു, വാടാ. പുറത്തുനിന്ന് വെയില് കൊണ്ട് കറുത്തതേ ഇവരെ പോലെ നീ ഇവിടെ വെളുക്കൂടാ, നോക്കിക്കോ. ഇതെല്ലാം നെഞ്ചത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് മണ്ണിട്ട് മൂടിതേ. ഇതെന്ത് ചെയ്യും? നിന്റെ തലയിൽ കുഴിച്ചിടാ. വക്കീലെ, എല്ലാ കാര്യങ്ങളും സീക്രട്ട് ആയിരിക്കണം. ഒരു വക്കീലിനോട് പറയേണ്ട വല്ല കാര്യമുണ്ട്? ശരി, പോയി. ഓക്കെ, 5 ലക്ഷം രൂപ പോക്കറ്റിലായി. അയാള് നമ്മളെ കണ്ടെന്നാ തോന്നണേ. അയൽവാസിക്ക് ഇയാളൊരു പാരയാവുന്ന ജോലിസം പറഞ്ഞ അത്ര ശരിയല്ലേ? ഇത് വെറും പാരയല്ല, ഒരു കട്ടപ്പാര. ഈ പണ്ടാറ തിണ്ടി എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് ചാടി മേലോട്ട് ചാടി എന്തിനാടാ എന്നെ കണ്ടപ്പോ കുനിഞ്ഞത്? ആര് കുനിഞ്ഞു? ഞാനോ? നീ കുനിഞ്ഞോ? ഞാൻ കുനിഞ്ഞു. സിറ്റിംഗ് എടുത്തു. സിറ്റിങ്ങോ? മതി മതി മതി, നിർത്ത്. നിർത്തി. ഇനി കൂടുതൽ ഇരുന്നാ തെറിക്കും. അതെ അതെ, തെറിക്കും. സാറ് പറഞ്ഞതിന്റെ അപ്പുറം ഇനി ചെയ്യരുത്. ആരാ സാറേ ഇപ്പൊ കാറിൽ വന്നത്? സാറിന്റെ ബന്ധുക്കളാ? ആ, ബന്ധുക്കളാണ്. പക്ഷെ എന്റേതല്ല, ഇവളുടെ. ഇത് ആ പെണ്ണല്ലേ? മറ്റേ പെണ്ണ്, ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞ ആ പെണ്ണ്. ആ, അവള് തന്നെ. സാറേ, കുട്ടിക്ക് എന്ത് പറ്റി? ഇവളെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. അത് മാന്യനായ എന്റെ പേരും പറഞ്ഞു. പറടാ, നീയൊക്കെ അല്ലേ അവളെ കിഡ്നാപ്പ് ചെയ്തോണ്ട് വന്ന? രോമം ഇല്ലല്ലോ, വളരുന്നേ ഉള്ളൂ. ആ, സാർ അന്ന് എന്റെ ലൈസൻസ് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം ഞാനൊക്കെ പാടെ നിർത്തി. അയ്യോ, പൈസക്ക് ടൈറ്റ് വന്നപ്പോ എന്റെ ലൈസൻസ് നേരത്തെ കട്ട് ചെയ്തു. ആരായിരുന്നാലും 48 മണിക്കൂറിനുള്ളിൽ അവനെ ഞാൻ തപ്പിയെടുത്തിരിക്കും. ആ തെണ്ട് പിന്നെ ആയുഷ്കാലം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്ത പണി എനിക്കറിയാം. ജാമ്യം കിട്ടാത്ത വകുപ്പ്. നാട്ടുകട്ടിലിൽ അവനെ കിടത്തി ഉരുട്ടിങ്ങനെ. ഇതിനൊക്കെ കാരണക്കാരൻ ആ മത്തായച്ചനാ. അയാളെ ഇന്ന് മത്തായച്ചനാ!